Hi everyone, welcome back to Shaan Edutalks. Shaan Edutalksന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കൊളോക്കേഷൻസ് എന്ന ടോപ്പിക്കാണ്. എന്താണ് കൊളോക്കേഷൻസ് എന്ന് പറയുമ്പോൾ എ പെയർ ഓർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ആർ ഓഫൺ യൂസ്ഡ് ടുഗെദർ. അതായത് ചില വേർഡുകൾ തമ്മിലൊരു കോമ്പിനേഷൻ ഉണ്ട്. ആ കോമ്പിനേഷൻസ് അനുസരിച്ച് നമ്മുടെ സെന്റൻസുകളിൽ വാക്കുകളെ ഉപയോഗിക്കുന്നതാണ് കൊളോക്കേഷൻസ് എന്ന് പറയുമ്പോൾ. ഫോർ എക്സാമ്പിൾ, ടേക്ക് എ ഫോട്ടോ, കീപ് ടു ദി റൂൾസ്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിക്ക് ടു ദ റൂൾസ് എന്നും പറയാം. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ എക്സാമിന് കൊളോക്കേഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മാക്സിമം കൊളോക്കേഷൻസ് ഉൾപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ഈ വേർഡ് കോമ്പിനേഷൻസ് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. സോ ഇവിടെ കൊളോക്കേഷൻ വരുന്ന ഭാഗം റെഡിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. യു മസ്റ്റ് മേക്ക് ആൻ എഫേർട്ട് ആൻഡ് സ്റ്റഡി ഫോർ യുവർ എക്സാംസ്. ഓക്കെ, അപ്പോൾ മേക്ക് ആൻ എഫേർട്ട് എന്നുള്ളതാണ് ഇവിടെ കൊളോക്കേഷൻ. ഡിഡ് യു വാച്ച് TV ലാസ്റ്റ് നൈറ്റ്? അപ്പോൾ നമ്മൾ വാച്ച് TV എന്നാണ് പറയുക. ലുക്കറ്റ് എന്ന് പറഞ്ഞാൽ കാണുക എന്നാണ്, പക്ഷേ നമ്മൾ വാച്ച് TV എന്ന് പറയൂ, ലുക്കറ്റ് TV എന്ന് പറയില്ല. ദ കാർ ഹാസ് എ വെരി പവർഫുൾ എൻജിൻ. ഓക്കെ, പവർഫുൾ എൻജിൻ എന്നാണ് നമ്മൾ പറയുക. സ്ട്രോങ് എൻജിൻ എന്ന് പറയാറില്ല, പവർഫുൾ എൻജിൻ. ഇറ്റ് ക്യാൻ ഡു 200 km/h. സോ കൊളോക്കേഷൻ എന്താ? പവർഫുൾ എൻജിൻ. ദർ ആർ സം ആൻഷ്യന്റ് മോണ്യുമെന്റ്സ്. ആൻഷ്യന്റ് മോണ്യുമെന്റ്സ് എന്നാണ് നമ്മൾ പറയുക, ഓൾഡ് എന്ന് പറയാറില്ല. Then another one, ഒരു സെന്റൻസ് കൊളോക്കേഷൻ ആണ്. I made a few mistakes. I did a few mistakes എന്ന് പറഞ്ഞാൽ കാര്യം നമുക്ക് മനസ്സിലാവും, പക്ഷേ I made a few mistakes എന്താ പറയേണ്ടത്? I made a few mistakes. കൊളോക്കേഷനോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. കോമ്പൗണ്ട്സ്, ഇഡിയംസ്, ഇതൊക്കെ. കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികം വേർഡ്സോ കൂടിച്ചേർന്ന് ഒരു വേർഡിന്റെ ഫംഗ്ഷൻ ചെയ്യുന്നതിനെയാണ് കോമ്പൗണ്ട്സ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, കാർ പാർക്ക്, പോസ്റ്റ് ഓഫീസ്, നാരോ മൈൻഡഡ്, ഷൂ ലേസിസ്, ടീ പോട്ട്. ഈ കോമ്പൗണ്ടുകൾ നമ്മൾ 3 രീതിയിൽ എഴുതും. 2 വേർഡ്സിനെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതും, ഇടയിൽ ഐഫൺ യൂസ് ചെയ്തുകൊണ്ട് എഴുതും, ദെൻ ഒരുമിച്ച് എഴുതും. ഇതുപോലെ നമ്മൾ ക്ലാസ് റൂം, ബസ് സ്റ്റോപ്പ്, സീ ഷോർ, ബ്ലാക്ക് ബോർഡ്, ഇങ്ങനെ ഒരുപാട് വേർഡുകളുണ്ട്. ഇങ്ങനെയുള്ള കോമ്പൗണ്ട് വേർഡുകളും കൊളോക്കേഷന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നെക്സ്റ്റ്, ഇഡിയംസ്. ഇഡിയംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 അതിലധികം വേർഡ്സോ കൂടിച്ചേർന്നുള്ള ചില എക്സ്പ്രഷൻസ് ആണ്. ആ എക്സ്പ്രഷൻസിന്റെ പ്രത്യേകത, അതിനകത്ത് വരുന്ന വേർഡ്സുകൾ നോക്കി നമുക്ക് അതിന്റെ മീനിങ് ഗസ് ചെയ്യാൻ സാധിക്കുകയില്ല, മറിച്ച് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മീനിങ് ആയിരിക്കും ഇഡിയംസിന് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, പാസ് ദ ബക്ക്. പാസ് ദ ബക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു പാസ് റെസ്പോൺസിബിലിറ്റി ഫോർ എ പ്രോബ്ലം ടു അനദർ പേഴ്സൺ ടു അവോയ്ഡ് ഡീലിംഗ് വിത്ത് ഇറ്റ് വൺ സെൽഫ്. അപ്പൊ നമ്മൾ സ്വയം ഒരു പ്രശ്നം ഡീൽ ചെയ്യുന്നതിന് പകരം ആ പ്രശ്നത്തിന്റെ റെസ്പോൺസിബിലിറ്റി മറ്റൊരാളിലേക്ക് കൂടി പാസ് ചെയ്യുന്നതിന്, കൈമാറുന്നതിനാണ് നമ്മൾ പാസ് ദ ബക്ക് എന്ന് പറയുക. അതുപോലെ തന്നെ വൺസ് ഇൻ എ ബ്ലൂ മൂൺ, വളരെ റെയർ ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയും. ബീറ്റ് അറൗണ്ട് ദ ബുഷ് എന്ന് നമ്മൾ പറയാറുണ്ട്. അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെയുള്ള ഇഡിയംസും കൊളോക്കേഷന്റെ ഭാഗമാണ്. നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് കാണാം. സ്മോക്കിംഗ് ഈസ് സ്ട്രിക്ട്ലി ഫോർബിഡൻ. അപ്പൊ സ്മോക്കിംഗ് നിരോധിച്ചിട്ടുണ്ട്, വിലക്കിയിട്ടുണ്ട് എന്നുള്ളത് സ്ട്രിക്ട്ലി ഫോർബിഡൻ. ദെൻ ഇറ്റ് വാസ് ബിറ്റർലി കോൾഡ് ആൻഡ് പിച്ച് ഡാർക്ക്. അപ്പൊ ഇറ്റ് വാസ് ബിറ്റർലി കോൾഡ്, നല്ല ഇരുട്ടും തണുപ്പും ഒരുമിച്ച് വരുമ്പോൾ നമുക്കത് പറയാനുള്ള കൊളോക്കേഷൻ ആണ്. ഇറ്റ് വാസ് ബിറ്റർലി കോൾഡ് ആൻഡ് പിച്ച് ഡാർക്ക്. നെക്സ്റ്റ് വൺ, പോവർട്ടി ബ്രീഡ്സ് ക്രൈം. എ സബ്സ്റ്റാൻഷ്യൽ മീൽ, അനദർ കൊളോക്കേഷൻ ആണ് എ സബ്സ്റ്റാൻഷ്യൽ മീൽ എന്ന് പറയുന്നത്. ഏതെല്ലാം വേർഡ് കോമ്പിനേഷൻസ് ആണ് കൊളോക്കേഷൻസിൽ വരിക എന്ന് നമുക്ക് നോക്കാം. അഡ്ജക്റ്റീവ്സും നൗണും ചേർന്നുള്ള കോമ്പിനേഷൻ ആണ്. ബ്രൈറ്റ് കളർ, ബ്രീഫ് ചാറ്റ്, മേജർ പ്രോബ്ലം, കീ ഇഷ്യൂ, ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇത് നമ്മളിങ്ങനെ വായിച്ച് നമ്മുടെ മൈൻഡിൽ വെക്കുക, ഇങ്ങനെയാണ് ഈ 2 വേർഡുകൾ തമ്മിലുള്ള കോമ്പിനേഷൻ എന്ന് ഓർത്തിരിക്കുക. നൗൺ വേർബ് കോമ്പിനേഷൻ ആണ്. ഇക്കോണമി ബൂംഡ്, the company has grown, the company has expanded, companies merged, launched the product, poses a problem, created opportunities. ഇതൊക്കെ നൗൺ വേർബ് കോമ്പിനേഷൻ ആണ്. ഇതുപോലെ നൗൺ പ്ലസ് നൗൺ കോമ്പിനേഷൻസ് ഉണ്ട്. അതിൽ വരുന്നതാണ് എ സർജ് ഓഫ് ആംഗർ, എ സെൻസ് ഓഫ് പ്രൈഡ്, എ പാങ് ഓഫ് നൊസ്റ്റാൾജിയ, ഇങ്ങനെ വരുന്നത്. ഓക്കെ, The next one,
verb plus prepositional phrases. Swelling with pride, filled with horror, burst into tears. Next combination ആണ് verb plus adverb. Pulled steadily, placed gently, whispered softly, smiled proudly എന്നൊക്കെ പറയുന്നത്. അടുത്തത് adverb plus adjective കോമ്പിനേഷൻ ആണ് happily married, blissfully unaware എന്നൊക്കെ പറയുന്നത്. ഒരേ വേർഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ചധികം കൊളോക്കേഷൻസ് നമുക്ക് നോക്കാം. പേ ഉപയോഗിച്ച് നമ്മൾ പറയുന്ന ചില കൊളോക്കേഷൻസ് ആണ് പേ എ കോംപ്ലിമെന്റ്, പേ യുവർ ലാസ്റ്റ് റെസ്പെക്ട്സ്, പേ ട്രിബ്യൂട്ട്, പേ അറ്റൻഷൻ എന്നുള്ളതൊക്കെ. അതുപോലെ ഹാവ് ഉപയോഗിച്ച് പറയുന്നതാണ് ഹാവ് എ ബ്രേക്ക്, ഹാവ് എ കോൺവേഴ്സേഷൻ, ഹാവ് എ ചാറ്റ്, ഹാവ് ഡിഫിക്കൽട്ടി, ഹാവ് എ ഡ്രീം, ഹാവ് എ നൈറ്റ് മെയർ. ഡ്രീം എന്ന് പറയുമ്പോൾ ഏകദേശം നല്ല ഒരു കോമൺ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നൈറ്റ് മെയർ എന്ന് പറഞ്ഞാൽ ബാഡ് ഡ്രീം ആണ്. ഹാവ് എൻ എക്സ്പീരിയൻസ്. ഇതുപോലെ ഡു കൊണ്ട് തുടങ്ങുന്ന കൊളോക്കേഷൻസ് ആണ് ഡു യുവർ ബെസ്റ്റ്, ഡു സമ്മൺ എ ഗുഡ് ടേൺ. ഇവിടെ സമ്മൺ എന്നുള്ളിടത്ത് വേറെ ഏതെങ്കിലും നെയിമോ കാര്യങ്ങളൊക്കെ വരാം. ഡു സമ്മൺ എ ഫേവർ, ഡു ഹാം, ഡു യുവർ ഹെയർ. ഇതുപോലെ മെയ്ക്ക് കൊണ്ട് തുടങ്ങുന്ന കൊളോക്കേഷൻസ് ആണ് മേക്ക് അറേഞ്ച്മെന്റ്സ് ഫോർ, മേക്ക് എ ഡിസിഷൻ, മേക്ക് എൻ എഫോർട്ട്, മേക്ക് എൻ എക്സ്ക്യൂസ്, മേക്ക് ഫ്രണ്ട്സ്, മേക്ക് എ ഫോൺ കോൾ. ഇനി നമുക്ക് ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കേണ്ട മറ്റു കുറച്ച് കൊളോക്കേഷൻസും കൂടെ നോക്കാം. സ്ട്രോങ്ലി ഡിനൈ, റിജക്ട് an ഐഡിയ, റിജക്ട് എ സജഷൻ, ടു വാക്ക് briskly or to walk swiftly, caused an uproar, suffer the consequences, had a huge effect, had a major impact, creates a bad impression or makes a bad impression, have a lot of influence, caused a sensation, make a start, get started, came to an end. സോ ഇതെല്ലാം വേറെ രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റാത്തൊരു ടോപ്പിക് ആയതുകൊണ്ട് നമ്മൾ മാക്സിമം സ്ക്രീൻ പോസ് ചെയ്ത് നമ്മളിത് വായിച്ച് മനസ്സിൽ ഓർത്ത് വെക്കുക എങ്ങനെയാണ് ആ കോമ്പിനേഷൻ വരുന്നതെന്ന്. ഓക്കെ, കൊളോക്കേഷൻസ് എന്ന ചാപ്റ്ററിന്റെ പിറകിൽ പേജ് നമ്പർ 52-ൽ കൊടുത്തിരിക്കുന്ന എക്സസൈസിന്റെ ആൻസർ മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ വീഡിയോ പോസ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതിന് ശേഷം ടെക്സ്റ്റ് ബുക്കിലുള്ള സെന്റൻസിൽ അപ്ലൈ ചെയ്ത് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത പേജിൽ മാച്ച് ദ ഫോളോവിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. എ ബിറ്റ് ഓഫ് ഫൺ, എ ക്ലോവ് ഓഫ് ഗാർലിക്, എ ഗെയിം ഓഫ് കാർഡ്സ്, എ ലോഫ് ഓഫ് ബ്ലഡ്, എ പിഞ്ച് ഓഫ് സോൾട്ട്, എ റേ ഓഫ് ഹോപ്പ്, എ സ്ക്രാപ്പ് ഓഫ് എവിഡൻസ്, എ സ്പെക്ക് ഓഫ് ഡസ്റ്റ്, എ സ്പൂൺഫുൾ ഓഫ് ഷുഗർ, എ പീസ് ഓഫ് അഡ്വൈസ്, എ ഡ്രോപ്പ് ഓഫ് ബ്ലഡ്. ഇത് കുറേ കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് കൊളോക്കേഷൻസിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ. So let's wind up today's class and we will meet next time with another video. Signing out. Till then, thank you.